ഹലോ മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSLC റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. വളരെ പരീക്ഷയിൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ലൈവിൽ വരിക, അടിപൊളിയായിട്ട് പഠിക്കുക, ക്രിസ്മസ് എക്സാം നമുക്ക് തകർക്കണം. ഓക്കെ, ഒട്ടും സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വാട്ടർ ഫിൽഡ് ബീക്കർ പെൻസിൽ ഇസ് പ്ലേസ്ഡ് ഇൻ എൻ ഇൻക്ലൈൻ പൊസിഷൻ. ശരിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇറ്റ് അപ്പിയേഴ്സ് ബെൻഡ് ദർ ആസ് ഓൺ ഇസ്. ബേസിക്കലി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പെൻസിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒടിഞ്ഞ പോലെ തോന്നും, ഒടിച്ച പോലെ തോന്നും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഈ പെൻസിലിൽ നിന്ന് വരുന്ന ലൈറ്റ് വെള്ളത്തിൽ നിന്ന് പിന്നെ എയറിലേക്ക് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ഈ താഴെയുള്ള ഭാഗത്തു നിന്നുള്ള ലൈറ്റ് ആദ്യം വെള്ളത്തിൽ കൂടി വരുന്നു, പിന്നെ എയറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് വരുമ്പോൾ, അതായത് മീഡിയം മാറുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ ബെൻഡ് ചെയ്ത ലൈറ്റാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെൻസിൽ ഇവിടെ കാണുന്നത്. ആക്ച്വലി പെൻസിൽ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ഈ പ്രതിഭാസത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ആൻസർ എന്താണ് മക്കളെ? റിഫ്രാക്ഷൻ. അപ്പോൾ അത് ഓർത്ത് വെക്കണം, പരീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? പ്രകാശത്തിൻ്റെ അപവർത്തനം. അപ്പോൾ എന്തല്ല, സ്കാറ്ററിങ് അല്ല. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വന്നിട്ട് എയർ മോളിക്യൂൾസ് ഇടിക്കുമ്പോൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകുന്നതിനാണ് സ്കാറ്ററിംഗ് എന്ന് വിളിക്കുക. അത് മീഡിയം മാറുമ്പോൾ സംഭവിക്കുന്നതല്ല. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിസത്തിനുള്ളിൽ ലൈറ്റ് കയറുമ്പോൾ എന്താണ്, വിബ്ജിയോറായിട്ട് നല്ല കളർഫുൾ റെയിൻബോ കളേഴ്സായിട്ട് പുറത്ത് വരുന്നതിന് ഡിസ്പേർഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കാനുള്ള സാധനം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള. ആൻസർ എന്താണ് മക്കളെ? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സിമ്പിളായി പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചോളും. വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഫൈബർ നെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എത്തിക്കുന്ന ഇൻ്റർനെറ്റ് എത്തിക്കുന്ന സാധനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റ് വഴിയാണ് സിഗ്നൽസ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഇടിക്കുന്നു. ഇങ്ങനെയാണ് ലൈറ്റ് സിഗ്നൽ ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റ് സിഗ്നൽസ് വരുന്ന രീതി. ഇനി ഇവിടെ ഓരോ പ്രാവശ്യം എന്താ സംഭവിക്കുന്നത്? ഇവിടെ ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ ലൈറ്റ് റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. ഈ റിഫ്ലക്ഷൻ വെറും റിഫ്ലക്ഷൻ അല്ല, കാരണം ഇവിടെ മിററൊന്നുമില്ല. ഇത് മിററൊന്നല്ല ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? ഈ റിഫ്ലക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ TIR അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തര പ്രതിപതനം. ആന്തര പ്രതിപതനമാണ്, പക്ഷേ പൂർണ്ണമായി നടക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇവിടെ നടന്ന് ഈ രീതിയിലാണ് ഈ ലൈറ്റ് നമ്മുടെ വീട്ടിലെ മോഡത്തിലെത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് പ്രതിഭാസമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? റിഫ്രാക്ഷൻ ആണോ? അല്ല. റിഫ്രാക്ഷൻ ആണ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതാണ്. മീഡിയം മാറുമ്പോൾ ബെൻഡ് ചെയ്യുന്നതാണ്. അതല്ല. എന്തായാലും ടോട്ടൽ റിഫ്ലക്ഷൻ ആണോ? അതെ. ഡിസ്പേർഷനോ സ്കാറ്ററിംഗ് ആണോ? അല്ല. ആൻസർ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം. ഓർത്ത് വെക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ പരീക്ഷ നേരെ തിരിഞ്ഞു ചോദിക്കാം. വാട്ട് റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? അപ്പോൾ എഴുതി വെക്കണം. ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്, എൻഡോസ്കോപ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേറെയും ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിനുള്ളിൽ ഡയമണ്ട് സ്പാർക്കിൾ ചെയ്യാൻ കാരണം ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. അത്രയും കാര്യം നമുക്ക് എഴുതി വെക്കാം. അടുത്ത ചോദ്യം പിടിച്ചോളും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ്സ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. ലൈറ്റ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിൽ ലൈറ്റ് പോകാൻ വിചാരിക്കാം. ഒരു പ്രത്യേക ആംഗിളിൽ നിങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ആംഗിളിൽ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എന്ത് ചെയ്യും മക്കളെ? ലൈറ്റ് അപ്പുറത്തെത്തൂല്ല, ഇപ്പുറത്തെത്തൂല്ല. ലൈറ്റ് ഇടയിൽ കൂടെ പോകും. രണ്ട് പേരുടെ ഇടയിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ലൈറ്റ് ഇങ്ങനെ പോകും. ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഒരു പ്രത്യേക ആംഗിളിൽ. അപ്പോൾ ആ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതിന് IC വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. IC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. ആ സന്ദർഭത്തിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇത് റിഫ്ലക്റ്റഡ് റേയും നോർമലിൻ്റെ ഇടയിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് എത്രയായിരിക്കും? R = 90 ഡിഗ്രി ആയിരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ അല്ല 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, റിഫ്രാക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചു കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഡെഫിനിഷൻ പരീക്ഷയിലാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ പഠിച്ചു ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നുള്ള സന്ദർഭത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. അത് 90 ഡിഗ്രി ആയിരിക്കില്ല, അത് വല്ല 48 ഡിഗ്രിയോ 41 ഡിഗ്രിയോ, ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം. ഏത് മീഡിയത്തിലേക്കാണ് പോകുന്നത് ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ചോദ്യം, ഇതിൽ ഏതാണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണോ? അല്ല. ഇവിടെ ലൈറ്റ് വന്ന് ഇടിക്കുന്നു, ലൈറ്റ് കുറച്ച് അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഇങ്ങോട്ട് പോകുന്നു, ഇടയിൽ കൂടെ പോകുന്നില്ല. ഇവിടെ ലൈറ്റ് വന്ന് ഇടിക്കുന്നു, ലൈറ്റ് ഇടയിൽ കൂടെ പോകുന്നു. ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതല്ല. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും, പക്ഷേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 52 ഡിഗ്രി. അപ്പോൾ 52 ഡിഗ്രി ആയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടെയോ? ഇവിടെ ലൈറ്റ് വന്ന് ഇടിക്കുന്നു, തിരിച്ചിങ്ങോട്ടായി വരുന്നത്, ഇടയിൽ കൂടെ പോകുന്നില്ല. ഇത് ആക്ച്വലി എന്താണ്? ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് വന്ന് ഇടിക്കുന്നു, തിരിച്ച് അതേ മീഡിയത്തിലേക്ക് വരുന്നു. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ല.
പരീക്ഷ വേണം ചോദിക്കാം, എന്താ ടോട്ടൽ ഇൻഡർ റിഫ്ലക്ഷൻ? ലൈറ്റ് പോയി ഇടിക്കുന്നു, അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കാതെ തിരിച്ചു വരുന്നു, അപ്പുറത്തേക്ക് കടക്കാതെ തിരിച്ചു വരുന്നു. ഈ ടോട്ടൽ ഇൻഡർ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ എന്താണ്? ടോട്ടൽ ഇൻഡർ റിഫ്ലക്ഷനിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം? അത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും വലുതായിരിക്കണം. ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാവുമല്ലോ, ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാവില്ല, അതിനേക്കാളും വലുതായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടെങ്കിലാണ് ഈ TIR സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കുക, എന്താണ് TIR, എപ്പോഴാണ് TIR സംഭവിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടുത്തെ ആംഗിൾ IC എത്രയാണ്? ക്രിട്ടിക്കൽ ആംഗിൾ 52 ഡിഗ്രി. ആൻസർ വിൽ ബി 52 ഡിഗ്രി. വേറെയും പല പോസിബിലിറ്റീസിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്രിട്ടിക്കൽ ആംഗിൾ ഡെഫിനേഷൻ ചോദിക്കാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഡെഫിനേഷൻ ചോദിക്കാം, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു ചോദിക്കാം. ക്രിട്ടിക്കൽ എപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉള്ളപ്പോൾ. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം. അടുത്ത ചോദ്യം പിടിച്ചോ, 5ാമത്തെ ചോദ്യം. കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇമേജ് ഫോർമേഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ്. കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം ചോദിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2Fൻ്റെ Fൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. എപ്പോഴും 2 റേസ് വരയ്ക്കുക. ഒന്ന് പാരലൈറ്റ് റേ, പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൈറ്റ് റേ, അത് ഫോക്കസിലൂടെയാണ് പോവുക. രണ്ടാമത്തെ ഏറ്റവും സിമ്പിൾ എന്താണ്? നിങ്ങൾ ഈ Pയിലേക്ക് എടുക്കുക. P എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററാണ്, പോളല്ല. പോള് മിററിൻ്റെ കേസിൽ ഇവിടെ ഒപ്റ്റിക് സെൻറ്ററാണ്. ഈ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് നേരെ എടുക്കുക. അങ്ങനെയാണ് സാർ എന്ത് സംഭവിക്കും? ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് പോകും, ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല, നേരെ പോകും. 2 പേരും കൂടി ഇവിടെയാണ് മീറ്റ് ചെയ്യുക. സോ അവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഇമേജ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? 2Fൻ്റെ പുറകിലായിരിക്കും ഉണ്ടാവുക. 2Fന് അപ്പുറന്നോ അല്ല ബിയോണ്ട് 2F എന്ന് എഴുതി വെക്കുക. ഇത്രയുള്ള സംഭവം. ഒരു റേ പാരലൈറ്റ് എടുക്കുക, ഫോക്കസിലൂടെ പോകും. മറ്റേ റേ അത് ഓൾറെഡി അവർ വരച്ചു, നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ റേ Pയിലേക്ക് എടുക്കുക, ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക, അത് ഒരു ഡീവിയേഷൻ കണ്ടു പോകും. ഇനി പറ റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ഇമേജ്. ഈ ഇമേജിൻ്റെ ഫീച്ചർ എന്താണ്? ഇത് ആക്ച്വലി ഒരു സ്ക്രീനിൽ കിട്ടില്ലേ, കാരണം 2 റേസ് ആക്ച്വലി മീറ്റ് ചെയ്തുണ്ടാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കിട്ടും. സോ റിയൽ ഇമേജ് ആണ്. മാത്രമല്ല നോക്കിക്കേ, തല കുത്തനായിട്ടുള്ള ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. വലിപ്പം നോക്കിക്കേ, വലിപ്പം ഒബ്ജക്റ്റിനെക്കാളും വലിപ്പം കൂടുതലാണോ കുറവാണോ? ഇതാണ് ഒബ്ജക്റ്റ് സൈസ്, ഇതാണ് ഇമേജിൻ്റെ സൈസ്. വലിപ്പം മീൻസ് കൂടുതൽ, സോ എൻലാർജ്ഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ റേ ഡയഗ്രാം പഠിച്ചു വെച്ചോ. ഇതൊന്നും അറിയില്ലെങ്കിൽ 1 ഷോട്ട് ലൈവ് ഉണ്ടാവും ഇതിൻ്റെ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. ജസ്റ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എക്സാമിനർ അടിക്കുക, 1 ഷോട്ട് ലൈവിൽ ഇത് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോയി പഠിക്കാം. ഓക്കെ, ഇതെന്തായാലും ചോദിക്കും, എപ്പോഴും ചോദിക്കുന്ന. ഇതില്ലാത്തൊരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ചോദിച്ചിരിക്കുന്നത് ബിയോണ്ട് 2Fലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഫുൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അവർ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് അവർ തന്നെ എടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പാരലൈറ്റ് എടുക്കുക, പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൈറ്റ് എടുക്കുക. അത് ഇതിലൂടെ പോകുന്ന ഞാൻ പറഞ്ഞത് ഫോക്കസിലൂടെ പോകും. ഫോക്കസിലേക്ക് നേരെ വരയ്ക്കുക, ഫോക്കസിലൂടെ വരയ്ക്കുക. 2 പേരും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 2 പേരും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ അവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ദിസ് ഇസ് ദി ഇമേജ്. കിട്ടിയല്ലോ. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവും? Fൻ്റെ 2Fൻ്റെ ഇടയിൽ. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയാം വീണ്ടും 2 ലൈറ്റ് മീറ്റ് ചെയ്തുണ്ടാവുന്നതാണ്, ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിയൽ ഇമേജ് ആണ്. തലകുത്തിനെ ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ്. വലിപ്പം പക്ഷേ നേരെ തിരിച്ചാണ്, കൈവശം പോലെയല്ല. വലിപ്പം ഒബ്ജക്റ്റിൻ്റെ കൂടുതലും ഇമേജിന് ചെറുതുമാണ്. അപ്പോൾ ഇമേജ് സ്മോളർ ആണ്. സ്മോളർ ദാൻ ഒബ്ജക്റ്റ് എന്നോ അല്ല സ്മോളർ എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ റേ ഡയഗ്രാം എപ്പോഴും ചോദിക്കും, പഠിച്ചു വെച്ചോണം. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം കുറച്ചും കൂടി വലിയ ചോദ്യമാണ്, നമുക്ക് നോക്കാം. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എയർ ഫ്രം വാട്ടർ. ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് പോവാണ്. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് പോകുന്നത്. എയറിൽ നിന്ന് വാട്ടറിലേക്ക്. ഓക്കെ, ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോവാണ്. ഓക്കെ, നോർമലിലേക്ക് വരച്ച് വെച്ചേക്കാം. മൂവ്സ് ടുവേർഡ്സ് നോർമലാണ്, എവേ ഫ്രം നോർമലാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും മിനിമം ആയിരിക്കും, ഏറ്റവും കുറവുള്ള ആളാണ് എയർ. വാട്ടറിന് ഓബ്വിയസ്ലി എയറിനേക്കാളും കൂടുതലായിരിക്കും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മസിൽ പോലെ ആലോചിച്ചാൽ മതി. മസിൽ കുറവുള്ള ആളിൽ നിന്ന് മസിൽ കൂടുതലുള്ള ആളിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക? അതായത് നേരെ പോകേണ്ട ഈ ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? കൂടിയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ നോർമലിൻ്റെ അടുത്തേക്ക് ആക്കാൻ പറ്റും. ഇതാണ് നോർമൽ. മസിൽ കൂടിയ ആൾ എന്ത് ചെയ്യും? അവൻ്റെ നോർമലിൻ്റെ അടുത്തേക്ക് ലൈറ്റിനെ ആക്കും. ദാറ്റ് ഇസ് ബേസിക്കലി ലൈറ്റ് ഇതിങ്ങനെ പോകും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ടുവേർഡ്സ് നോർമലാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം മസിൽ കൂടിയ ആളെന്തെയും നോർമലിൻ്റെ അടുത്തേക്ക് വലിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ആളിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? എവേ ഫ്രം നോർമൽ. അവന് നോർമലിൻ്റെ അടുത്തേക്ക് ലൈറ്റിനെ വലിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇവിടെ കുറവുള്ള ആളും ഇവിടെ കൂടുതലുള്ള ആളും വിചാരിച്ചോ, അപ്പോൾ എന്താ സംഭവിക്കുക? ലൈറ്റ് എവേ ഫ്രം നോർമൽ പോകും. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. നേരെ തിരിച്ചാൽ വിചാരിച്ചോ, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് ലൈറ്റ് പോകുന്നത് വിചാരിച്ചു. ലൈറ്റ് ഇങ്ങനെ വരുന്നു, വാട്ടറിൽ നിന്ന് എങ്ങനെ പോകേണ്ട ലൈറ്റാണ്, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. ഇതാണ് നോർമൽ. അപ്പോൾ എന്താ, ഇത് റിഫ്രാക്റ്റൻസ് കൂടുതലാണ്, ഇവൻ കുറവാണ്. കുറവുള്ള ആളിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഈ നേരെ പോകേണ്ട ലൈറ്റ് എവേ ഫ്രം നോർമൽ പോകും, നോർമലിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ റൂള്. ഇനി പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എയർ എൻറ്റേഴ്സ് ഇൻ ടു എയർ ഫ്രം വാട്ടർ ആണ്. നേരെ തിരിച്ചാണ് കേട്ടോ ചോദ്യം. ഓക്കെ, ഞാൻ വായിച്ചത് തെറ്റാണ്ട്. ഈ എയർ ഇൻ ടു എയർ ഫ്രം വാട്ടർ ആണ്. അപ്പോൾ സിറ്റുവേഷൻ എന്താ? ഇതാണ് സിറ്റുവേഷൻ. വായിച്ചത് തെറ്റാണ്.
ഓക്കെ, എയർന്ന് വാട്ടറിലേക്കല്ല, എൻറ്റേഴ്സ് ഇൻ ടു എയർ ഫ്രം വാട്ടർ എന്നാണ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൻസർ എന്താണ്? എവേ ഫ്രം നോർമൽ. പരിപാടി തീർന്നു. അപ്പോൾ ആൻസർ എന്താണ്? മൂവ്സ് എവേ ഫ്രം നോർമൽ. ചോദ്യം നിങ്ങൾ വായിച്ചുകൊട്ടെ. ജലത്തിൽ നിന്ന് വായുവിലേക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ എയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ എവേ ഫ്രം നോർമൽ. നേരെ തിരിച്ചായിരുന്നു, എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ ടുവേർഡ്സ് നോർമലാണ് പോകുക. വ്യത്യാസം മനസ്സിലായല്ലോ? റെഡി. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം വാട്ടർ ടു എയർ? വാട്ടറിൽ നിന്ന് എയറിലേക്ക് കിടക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആളിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ആളിലേക്ക് കിടക്കുമ്പോൾ സ്പീഡിൽ നിന്ന് സംഭവിക്കും. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റൂൾ ഇത്രയേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാധ്യമത്തിൻ്റെ കൂടുതലാണെങ്കിൽ ആ മാധ്യമത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഈ ഒരു ലോജിക്ക് ഓർത്ത് വെക്കണം. അപ്പം ഇനി പറയൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആളിൽ നിന്ന് കുറഞ്ഞ ആളിലേക്കാണ് പോകുന്നത്. കുറഞ്ഞ ആളിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എന്താണ്? കൂടുകയാണ് ചെയ്യുക. സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ഇൻക്രീസ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ സമ്മറൈസ് ചെയ്തുതരാം. ഇത്രയുള്ള സംഗതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ബെൻഡിങ് അഥവാ റിഫ്രാക്ഷൻ കൂടും. പക്ഷേ ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് കുറയും. സംഗതി ഓർത്തൊക്കെ ഇത്ര ഓർത്ത് വെച്ചാൽ പണി തീർന്നു. ഓക്കെ, എവിടേക്കാണ് ബെൻഡിങ് കൂടുക? ടുവേർഡ്സ് നോർമലാണ്. ബെൻഡിങ് കൂടുക എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് നോർമൽ, ബെൻഡിങ് ടുവേർഡ്സ് നോർമൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സംഗതി ഓർത്ത് വെച്ചാൽ നേരെ തിരിച്ചും വാലിഡാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ബെൻഡിങ് കുറവായിരിക്കും ഉണ്ടാവുക, പക്ഷേ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ആൻസർ പറയാൻ പറ്റും? വേറെ ഒന്നും ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും ചോദിച്ചിട്ടില്ലോ? ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചു വന്നാൽ, വെൻ എ ബീം ഓഫ് ലൈറ്റ് എൻറ്റേർഡ് ഇൻ ടു ഗ്ലാസ് ഫ്രം എയർ. അപ്പോൾ എയറിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ് നേരത്തെ നമ്മൾ വായിച്ചാൽ എന്ത് തെറ്റുണ്ടോ മക്കളെ? സ്പീഡിൽ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വാട്ടർ ടു എയർ ആണ്. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ്. ഇൻ ടു ഗ്ലാസ് ഫ്രം എയർ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ എയറിൽ നിന്ന് കൂടിയ ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറാണ്, IU ആണ്. സ്റ്റേറ്റ് സ്നെൽസ് ലോ വിച്ച് റിലേറ്റ്സ് ദീസ് ആംഗിൾസ്. ഒന്നുമില്ല. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തമ്മിൽ വന്ന I=R ആണോ? അത് റിഫ്ലക്ഷനിൽ. റിഫ്രാക്ഷൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ sin I by sin R is equal to constant. ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ സൈൻ്റെ റേഷ്യോ അനുപാത വില ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് സ്നെൽസ് ലോ. ഇപ്പോൾ സ്നെൽസ് ലോ ഇക്വേഷൻ എഴുതി വെക്കുക. ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ചു നോക്കുക. അതും കൂടി എഴുതി വെക്കുക. ഇക്വേഷനാണ് മെയിൻ. ഓക്കെ, ചോദ്യം വേറെ എന്താണ്? പിന്നെ എവിടേക്കാണ് ബെൻഡ് ചെയ്യുക? പറ, ചോദിച്ചില്ല, പക്ഷേ അത് ചോദിക്കാമല്ലോ. എവിടേക്കാണ് ബെൻഡ് ചെയ്യുക? ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ മാധ്യമം നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ കൂടിയ മാധ്യമം മസിൽ കൂടിയ ആൾ ടുവേർഡ്സ് നോർമലാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുക. സ്പീഡ് കൂടുക കുറയോ? കൂടിയ ആളിലേക്ക് വരുമ്പോൾ കൂടിയ ആൾ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുക. സ്പീഡ് വിൽ ഡിക്രീസ്, ലൈറ്റിൻ്റെ സ്പീഡ് ഡിക്രീസ്. ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കായിരുന്നു. അവർ ചോദിക്കായിരുന്നു. വേറെ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെൻ ദ ലൈറ്റ് എൻറ്റർ ഇൻ ടു ഗ്ലാസ് ഫ്രം എയർ. ഗ്ലാസ്സിലേക്ക് എയർന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഏതാ ഉപയോഗിക്കേണ്ടത്? ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് N = C/V. C എന്ന് പറഞ്ഞാൽ 3 × 10⁸. ദാറ്റ് ഈസ് ബേസിക്കലി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അഥവാ വാക്യൂം. ഓക്കെ, എയറിലെ സ്പീഡ്. ഇത് എന്താണ്? V എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്? ആ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെ? മീഡിയത്തിലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരുടെ? ഏതോ ഒരു മീഡിയത്തിൻ്റെ. ഇത് ഉപയോഗിച്ച് നോക്കിയാൽ N = C എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ആണ്. 3 × 10⁸ ആണ് എയറിലെ ലൈറ്റിൻ്റെ സ്പീഡ്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണത്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡാണ് താഴോട്ട് കൊടുക്കേണ്ടത് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതെത്രയാണ്? 2 × 10⁸. ഇത് രണ്ടും കട്ടാവും. 3/2 എന്ന് വരും. 3/2 എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതി. എത്രയാണ്? 1.5, 1.5. ആൻസർ എത്രയാണ്? ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. റെഡിയാണോ? വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടോ അവിടെ? വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 3 മീഡിയ ആർ ഗിവൺ: വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇൻ വിച്ച് മീഡിയം ഡസ് റിഫ്രാക്ഷൻ ഒക്കർ മോർ വൈൽ ഫോളിങ് ഫ്രം എയർ? റിഫ്രാക്ഷൻ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ? നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും. അത് മനസ്സിലായല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ബെൻഡിങ് അഥവാ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് തന്നെയാണ്. അപ്പം എത്രത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് അത്രത്തോളം ബെൻഡിങ് കൂടുതലായിരിക്കും. പക്ഷേ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? സ്പീഡ് കൂടിയ ആൾക്കാണോ സ്പീഡ് കുറവുള്ള ആൾക്കാണോ? ലൈറ്റിൻ്റെ സ്പീഡ് എത്രത്തോളം കുറവാണോ അത്രത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് മിനിമം ആരാന്ന് നോക്കാം. അവൻ്റെ ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, അവിടെ ആയിരിക്കും റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുക. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് മിനിമം ആർക്കാണ്? ഇത് 2 ആണ്, ഇത് 2.25 ആണ്, ഇത് 1.25 ആണ്. സോ ആൻസർ എത്രയാണ് മക്കളെ?
ഡയമണ്ടിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡാണ് ഏറ്റവും കുറവ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഡയമണ്ട് ആയിരിക്കും ലൈറ്റിനെ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുക, റിഫ്രാക്ഷൻ സംഭവിക്കാം. അപ്പോൾ വിൻ വിച്ച് മീഡിയം ഡസ് ദി റിഫ്രാക്ഷൻ റേറ്റ് അക്വയർ മോർ ഫ്രം എയർ? ഡയമണ്ട്. അറേഞ്ച് ദ 3 ഗിവൺ മീഡിയ ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ്, അപവർത്തനാങ്കം തന്നെയാണ്. ഇൻക്രീസിങ് ഓർഡറിൽ ആക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഡയമണ്ടിനാണ്. പിന്നെയുള്ള ഏതായിരിക്കും? ഇടയിൽ കിടക്കുന്ന ആരായിരിക്കും? വാട്ടർ ആണോ ഗ്ലാസ് ആണോ? ഗ്ലാസ്സിനായിരിക്കും ഉണ്ടാവുക. പിന്നെ വാട്ടറിനായിരിക്കും ഉണ്ടാവുക. ബേസിക്കലി ആലോചിക്കേണ്ട അത്രയേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ സ്പീഡുള്ള ആൾക്കാർക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഡയമണ്ട് ആണോ? പിന്നെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആൾക്കാർക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും ഇതുള്ളത് അതാർക്കാണ് മക്കളെ? അത് വാട്ടറിനാണ്. ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് മാക്സിമം സ്പീഡാണ്, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, സിമ്പിൾ പരിപാടി തീർന്നു. അടുത്ത ചോദ്യം പിടിച്ചോ. ഫൈൻഡ് ഔട്ട് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ പിക്ചറിന് എയർന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് പോവാണ്. ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് നോർമൽ. ഇൻസിഡൻറ്റ് റേൻ്റെ നോർമലിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് 30 ഡിഗ്രിയാണ്, മൊത്തത്തിൽ 90 എനിക്കറിയാം. സോ ദിസ് വിൽ ബി 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സിമ്പിളായിട്ട് കിട്ടി, അതിലൊരു ബുദ്ധിമുട്ടില്ല. വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? റിഫ്രാക്റ്റഡ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് എത്രയാ? 33 ഡിഗ്രി. അത് ചോദിച്ചിരുന്നത് അതും പറയാൻ പറ്റണം നിങ്ങൾക്ക്. അത് 33 ഡിഗ്രി. R = 33 ഡിഗ്രി. രണ്ടും സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇൻഫാക്ട് സെയിം ആവില്ല സാർ, കാരണം അത് സെയിം ആവുക റിഫ്ലക്ഷനിലാണ്. I = റിഫ്ലക്ഷൻ്റെ വർക്കുള്ളൂ. വൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 33 ഉള്ളൂ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റൻസ് കുറവാണ്, ഗ്ലാസിൻ്റെ കൂടുതലാണ്. ഇവൻ്റെ കൂടുതലായതുകൊണ്ട് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ലൈറ്റ് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായാൽ എന്ത് ചെയ്യും? ലൈറ്റിനെ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. ലൈറ്റ് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്താൽ ആലോചിച്ച് നോക്കണോ, നേരെ പോയാൽ എന്താ സംഭവിക്കുക? ഇതും 60 ആവും. പക്ഷേ ലൈറ്റ് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായാലും കുറവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈറ്റ് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് R ഈസ് ലെസ് ദാൻ I. നേരെ മറിച്ച് ലൈറ്റ് എവേ ഫ്രം നോർമൽ, ഇത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്തെങ്കിലോ R അതിനേക്കാളും കൂടുതലായിരിക്കും ഉണ്ടാവുക. ഇത് ടുവേർഡ്സ് നോർമൽ ആയതുകൊണ്ട് R എന്താണ്? അതിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടുവേർഡ്സ് നോർമൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതൊന്നുകൊണ്ടാണ് ഇവൻ്റെ റിഫ്രാക്റ്റൻസ് കുറവ്, ഇതിൻ്റെ റിഫ്രാക്റ്റൻസ് കൂടുതലായതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ലാസ്റ്റ് ചോദ്യം നമുക്ക് ഒരു പ്രോബ്ലമാണ്. പരീക്ഷയിൽ ഇന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. റൈറ്റ് ദ വാല്യൂസ് ഓഫ് U ആൻഡ് F. U എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, F എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് യൂസിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഒബ്ജക്റ്റ് എവിടെയാണ്? ഇതാണ് ഒബ്ജക്റ്റ് OB. അതിലേക്കുള്ള ദൂരം 45 സെൻറ്റിമീറ്ററാണ്, അതാണ് U. അപ്പോൾ U = 45 പക്ഷേ ലെഫ്റ്റിലേക്കാണ് 45, സോ -45 എന്ന് എഴുതണം. ഫോക്കൽ ലെങ്ത് നോക്കിക്കേ, ഇതാണ് ഫോക്കസിലേക്കുള്ള ദൂരം, ഫോക്കൽ ലെങ്ത് ഇതാണ് ഫോക്കൽ ലെങ്ത്, അത് 30 അപ്പോൾ ഫോക്കൽ ലെങ്ത് = 30 പക്ഷേ ലെഫ്റ്റിലേക്കാണ് വീണ്ടും 30, -30 എഴുതണം. ഇൻഫാക്ട് നിങ്ങൾ ആലോചിച്ചു, ഇത് എന്ത് ലെൻസാണ്? ഇത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവേ വരാൻ പാടുള്ളൂ. അവർ പറഞ്ഞാലും പറഞ്ഞില്ലേ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ്, ദാറ്റ് ഈസ് V നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ഇവിടെ നിങ്ങൾ എന്ത് ഫോർമുല ഉപയോഗിക്കണം? മിറർ ലെൻസ് ഫോർമുല ഉപയോഗിക്കണം. മിറർ ഫോർമുല, ലെൻസ് ഫോർമുല 1/V - 1/U. 1/F = 1/V - 1/U. ഒരു കാര്യം ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അപ്പോൾ 1/V = 1/F + 1/U. ഒന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യും? മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ നിങ്ങൾ 1/F + 1/U എങ്ങനെ ചെയ്യും? ഇവനെ കൊണ്ട് കൊണ്ടുവരിക, രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ നിന്നുണ്ടാവും U ഉണ്ടാവും +F ഉണ്ടാവും, താഴെ U ഉണ്ടാവും +F ഉണ്ടാവും, താഴെ UF ഉണ്ടാവും. ഓക്കെ, ഇതിനെ കൂടെ കൊണ്ടുവരിക, U ഉണ്ട്, ഇവിടെ F ഉണ്ട്, U + F, താഴെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുക, U × F. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/V ആണിത്. അപ്പോൾ V എന്തായിരിക്കും? റെസിപ്രോക്കൽ എടുക്കുക, V = UF മുകളിലേക്ക് വരിക, U + F താഴേക്ക് വരിക. അപ്പോൾ Vൻ്റെ ഫോർമുല കിട്ടി. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. U എന്ന് പറഞ്ഞാൽ എത്രയാണ്? U എന്ന് പറഞ്ഞാൽ -45ഉം F എന്ന് പറഞ്ഞാൽ -30ഉം. -45, ഇത് -30, -45 -30 -75. ഈ മൈനസും പോവും. ബാക്കിയുള്ള സാധനം നിങ്ങൾ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് പോയാൽ 5 വെച്ച് കട്ട് ചെയ്താൽ 9 കിട്ടും, ഇത് 15 കിട്ടും. ഈ 9ഉം 15 30 കട്ട് ചെയ്ത് 2 കിട്ടും. നിങ്ങൾക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടും, നോക്കിയാൽ തന്നെ കിട്ടും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കട്ട് ചെയ്ത് പോകാമെന്നുള്ളൂ, കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ ചോദ്യങ്ങളും പരീക്ഷ ചോദിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ.
ഈ ചോദ്യങ്ങൾ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചാപ്റ്ററിന് ഒരു 5 ചോദ്യം വന്നാലും 4 ചോദ്യങ്ങളും നിങ്ങൾക്ക് പുഷ്പം പോലെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം നല്ല ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. സിമ്പിൾ കോമഡി ചോദ്യങ്ങളല്ല, പരീക്ഷയിൽ വരുന്ന സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും മക്കളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.